നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഖലീഫ് മുസ്ലിയാർ. ഞാൻ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. നമ്മുടെ ദഹനശേഷി അല്ലെങ്കിൽ നമ്മളെ ഗട്ട് ഹെൽത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. സോ അത് പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് എന്താണ് ഒരാളുടെ മോശം ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ ഒരാളുടെ ദഹനശേഷി എങ്ങനെയാണ് മോശം എന്നുള്ളത് നമ്മൾ പറയുന്നത്. അയാൾക്ക് അതിവായ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറിന് എപ്പോഴും ഒരു പെരുക്കമുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ ദഹനശേഷി മോശമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ കമ്മിങ് ടു ആദ്യത്തെ ടിപ്പ്, ഫസ്റ്റ് ടിപ്പ് എന്തെന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു 7 മണി 8 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക. അതായത് 7 മണി 8 മണിക്ക് ശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ദഹനക്കുറവും അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ വാരി വലിച്ച് കഴിക്കാതിരിക്കുക. അതായത് കറക്റ്റായ ഇൻ്റർവെല്ലിൽ അതേതായ സമയത്ത് തന്നെ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ഭക്ഷണം കഴിക്കുക. അല്ലാതെ കുറേ നേരം നമ്മൾ വിശന്നിരുന്നിട്ട് പെട്ടെന്ന് ഒരു നേരം ഒരുപാട് വാരി വലിച്ച് കഴിക്കാതിരിക്കുക. മൂന്നാമത്തെ ടിപ്പ് എന്നുള്ളത് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് സോഡ, ബിവറേജസ് അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിയർ, അങ്ങനെയുള്ള മദ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതിന് പകരം ഇളനീർ വെള്ളം അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ്, നല്ലപോലെ വെള്ളം കുടിക്കുക. ഇത് മൂന്നും നല്ലപോലെ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗട്ട് ഹെൽത്ത് തീർച്ചയായും നല്ലതായിരിക്കും.